ബ്ലെൻഡർ ബേസിക് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ട്രാൻസ്ഫോർമേഷൻ. ഇതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവ് ടൂൾ ആണ്. ഇതാണ് മൂവ് ടൂൾ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം ഇപ്പൊ നിങ്ങളുടെ ക്യൂബിൽ കുറച്ച് ആരോസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ റെഡ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് മൂവ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ബ്ലൂ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബ് മൂവ് ആവുന്ന കാണുന്നുണ്ടാകും. സോ ഇതൊക്കെ ഒരു ആക്സിസ് ആണ്. റെഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസും യെല്ലോ എന്ന് പറയുന്നത് വൈ ആക്സിസും ബ്ലൂ എന്ന് പറയുന്നത് സെഡ് ആക്സിസും. അപ്പോൾ മൂവ് ടൂൾ മനസ്സിലായിട്ടുണ്ടാകും. ഒരു ഒബ്ജക്റ്റിനെ വ്യൂ പോർട്ടിൽ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിതിൽ ഒരു വൈറ്റ് സർക്കിൾ കാണാൻ പറ്റുന്നുണ്ടാകും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൗസ് ഒന്ന് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ പോർട്ടിൽ ഏതൊരു ഭാഗത്തേക്കും ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഒരു റാൻഡം ആയിട്ട് നമ്മൾ എടുത്തു വെക്കുന്നത് പോലെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ കാണുന്നുണ്ടാവും. ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണോ വേണ്ടത് അങ്ങോട്ടേക്ക് അതിനെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആ പ്ലേസിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തതാണ് റൊട്ടേറ്റ്. റൊട്ടേറ്റ് ടൂൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് വ്യൂ പോർട്ടിലുള്ള ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റൊട്ടേറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ മൂവ് ടൂൾ യൂസ് ചെയ്തപ്പോൾ ഉള്ള ആക്സസുകൾ കാണാൻ പറ്റും. റൗണ്ട് ആയിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ആക്സസിലേക്ക് മാത്രമാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ റെഡ് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എക്സ് ആക്സസ് എന്നാണ് റൊട്ടേറ്റ് ആവുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ യെല്ലോ ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വൈ ആക്സസ് എന്ന് റൊട്ടേറ്റ് ആവും. ഇതേ സെയിം ആണ് സെഡ് ആക്സസിലും വർക്ക് ചെയ്യുന്നത്. വൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഏത് ആക്സസിലും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അടുത്തതാണ് സ്കെയിൽ. സ്കെയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഒബ്ജക്റ്റിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിലും സെയിം പറഞ്ഞ പോലെ തന്നെ ആക്സസുകൾ കാണാൻ പറ്റും. ഏത് ആക്സസിലേക്കാണോ നിങ്ങൾക്ക് ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യേണ്ടത് ആ ആക്സസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവുന്നത് കാണാൻ പറ്റും. വൈ ആക്സസ്, സെഡ് ആക്സസ്. ഇനി നിങ്ങൾ വൈറ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ 3 ആക്സസിലേക്കും ഒരേപോലെ വലുതാവുന്നതായിരിക്കും. ഒബ്ജക്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് വലുതാകും. ഒബ്ജക്റ്റിന്റെ സെയിം ഡയറക്ഷനിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ചെറുതാകും. അപ്പോൾ അടുത്ത ടൂളാണ് ട്രാൻസ്ഫോം ടൂള്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത 3 അതായത് മൂവ്, റൊട്ടേറ്റ്, സ്കെയില്, ഇത് 3 ഒപ്പരം ചെയ്യാൻ പറ്റും ഈ ടൂള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഷോർട്ട് കീസ് ആണ്. ഇപ്പം നമ്മൾ പഠിച്ച ടൂൾസിന്റെ ഷോർട്ട് കീസ്. ഞാൻ ഷോർട്ട് കീസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിൽ താഴെ കാണാൻ പറ്റും ഏതാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ആദ്യത്തെ ടൂള് മൂവ്. മൂവിന്റെ ഷോർട്ട് കീ മൂവ് ടൂളിന് ജി പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ആക്സസിലേക്കാണോ വേണ്ടത് ആ ആക്സസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈ ആണെങ്കിൽ വൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സി ആണെങ്കിൽ സി ആക്സസ് മൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് റൊട്ടേറ്റ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 6 പ്രസ് ചെയ്യുക. എന്നിട്ട് സെയിം ഏത് ആക്സസിലേക്കാണോ വേണ്ടത് ആ ആക്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആക്സസിൽ നിന്ന് മാത്രമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 6 പ്രസ് ചെയ്ത് വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ 6 പ്രസ് ചെയ്ത് സെഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവുന്ന കാണാൻ പറ്റും. പിന്നെ സ്കെയിൽ ചെയ്യാൻ എസ് ആണ് പ്രസ് ചെയ്യുന്നത്. സ്കെയില് എസ് പ്രസ് ചെയ്ത് ഇപ്പോൾ എക്സിലേക്കാണ് ചെയ്യാം. എസ് പ്രസ് ചെയ്ത് വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആക്സസിലേക്ക് ചെയ്യാം. എസ് പ്രസ് ചെയ്ത് സെഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെഡ് ആക്സസിലേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.